മോഹിനിയാട്ടം കലാകാരൻ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമ കോടതിയിൽ ഹാജരായി. ഒരാഴ്ചയ്ക്കുള്ളിൽ കോടതിയിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അഡ്വക്കേറ്റ് BA ആളൂരിനൊപ്പമാണ് നെടുമങ്ങാട് SC/ST കോടതിയിൽ ഹാജരായത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്താണ് വിശദാംശങ്ങൾ? വേണു, ഈ മോഹിനിയാട്ടം കലാകാരനായിട്ടുള്ള RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച സംഭവത്തിൽ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി സത്യഭാമ പോയിരുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ഹൈക്കോടതിയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ കീഴ്ക്കോടതിയിൽ കേസ് പരിഗണിക്കുന്ന കോടതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയത്. അങ്ങനെയാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി നെടുമങ്ങാട് SC/ST കോടതിയിൽ ഈ സത്യഭാമ അവരുടെ അഭിഭാഷകനായിട്ടുള്ള ആളൂരുമായി ഹാജരായിട്ടുള്ളത്. കേസ് 11 മണിക്ക് വിളിച്ചിരുന്നു. അതിനുശേഷം 12 മണിയിലേക്ക് കേസ് പരിഗണിക്കുന്നത് മാറ്റിയതായി അറിയിക്കുകയായിരുന്നു ജഡ്ജി. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷ ഇന്ന് സത്യഭാമയ്ക്ക് അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഈ ജാമ്യം നൽകുന്നതിനെ എതിർത്തുകൊണ്ട് RLV രാമകൃഷ്ണൻ അഭിഭാഷകൻ കോടതിയിൽ ഹാജരായിരുന്നു. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും ശക്തമായ വാദം ഇതുമായി ബന്ധപ്പെട്ട RLV രാമകൃഷ്ണന്റെ അഭിഭാഷകൻ ഉന്നയിച്ചു. പ്രത്യേകിച്ച് യൂട്യൂബിൽ കൂടി ജാതീയ അധിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയ കേസാണ്. മാത്രവുമല്ല, പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ആ ഗൌരവത്തിൽ ഇത് പരിഗണിക്കണം എന്നുള്ളതാണ് RLV രാമകൃഷ്ണന്റെ അഭിഭാഷകന്റെ വാദം. ഏതായാലും 12 മണിക്ക് ഈ കേസ് കോടതി പരിഗണിക്കും. നെടുമങ്ങാട് SC/ST കോടതിയാണ് കേസ് പരിഗണിക്കുക. വേണു. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.